പുതിയൊരു വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഈ തൂഫാന്റെ ഭാഗമായിട്ടുള്ള ഈ മയക്കുമരുന്ന് പിടുത്തത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ചില പ്രദേശങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ചില പ്രവർത്തനങ്ങൾ സംശയാസ്പദം എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊടുവള്ളി, താമരശ്ശേരി, കക്കോടി, വെഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങൾ ഈ ഡ്രഗിൻ്റെ കേന്ദ്രമാണെന്നും അത് ഹവാലയുടെ കേന്ദ്രമാണെന്നും അതുപോലെ ഈ അവയവ മാഫിയകളുടെ കേന്ദ്രമാണെന്നും അങ്ങനെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ മാത്രമല്ല, ഈ കേസൊന്നും പിന്നെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണെന്നും അതുകൊണ്ട് അതൊക്കെ കേന്ദ്ര സർക്കാർ ഏജൻസി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയതായിട്ട് PTIയുടെ വാർത്തയാണ് അല്ലെ, PTI റിപ്പോർട്ടിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എന്താണ് ഇതിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു തരം ടാർഗറ്റിംഗ് ആണോ? ഇതിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതേപോലെ വാർത്ത ഞാൻ ആദ്യം വായിക്കും കൃത്യമായിട്ട്. വാർത്ത കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി, താമരശ്ശേരി, കാക്കൂർ മേഖലകളിൽ മ്യൂൾ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് സൈബർ തട്ടിപ്പ്, ഹവാല ഇടപാടുകൾ, ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ എന്നിവ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ എല്ലാം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചു. സംസ്ഥാനത്തെ ഹവാല ഇടപാടുകൾ സമാന്തര സമ്പദ് വ്യവസ്ഥ തന്നെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതായും വ്യാപകമായി ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തുന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി, താമരശ്ശേരി, കാക്കൂർ, കൈതപ്പൊയിൽ, വേഞ്ചേരി ഭാഗങ്ങൾ സൈബർ തട്ടിപ്പുകാരുടെയും ഹോട്ട്സ്പോട്ടായി മാറിയിട്ടുള്ളതായും ആഭ്യന്തര വകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പണം മയക്കുമരുന്ന് കടത്ത്, രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ, ഭീകരപ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്നതായും സൂചനയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കേസുകൾ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയത്. ഇതാണ് അഭി സൂചിപ്പിച്ച വാർത്ത. ഇത് ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ്. ഈ വാർത്തയിൽ ഇപ്പോൾ കൊടുവള്ളി എന്ന പ്രദേശത്ത് ഉള്ളതായി പറയുന്ന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ്? മയക്കുമരുന്ന്, ഹവാല, വ്യാജ ഡോക്യുമെൻ്റ് ഉണ്ടാക്കൽ, സൈബർ തട്ടിപ്പുകൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വ്യത്യസ്തമായ പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നും പുറത്തില്ല. അവയവ മാഫി അത് കുറച്ച് കഴിഞ്ഞിട്ട് ഈ വാർത്തയിൽ തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ഒരു പ്രദേശത്ത് അവർ കണ്ടെത്തുകയാണ്. ഇസ്ലാമോഫോബിയുടെ പ്രത്യേകത, ഇതിൽ ഇസ്ലാമോഫോബിയുടെ ബന്ധമുണ്ട്, അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇസ്ലാമോഫോബിയുടെ പ്രത്യേകത, അത് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള പ്രദേശങ്ങളെ നിർമ്മിച്ചെടുക്കും. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ചില കുറ്റകൃത്യങ്ങളെ അവർ വലിയ സംഭവങ്ങളായി അവതരിപ്പിക്കും, അത് പെരുപ്പിച്ച് കാണിക്കും. അതിൽപ്പെട്ട ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ വലിയ വലിയ തോതിൽ അത് വലുതാക്കി കാണിച്ചുകൊണ്ട് അത് ചിത്രീകരിക്കും. ഇതിലൂടെ ഇതെന്തോ ഒരു കുഴപ്പം, വലിയ കുഴപ്പം ആ പ്രദേശത്ത് കേന്ദ്രീകരിച്ച് നടക്കുന്നതായിട്ട് ഒരു തോന്നലുണ്ടാക്കിപ്പിക്കും. അതുവഴി ഒരു പ്രദേശത്തെ മുഴുവൻ കുറ്റവാളികളുടെ കേന്ദ്രമായി ചിത്രീകരിക്കും. ഇതാണ് ഇസ്ലാമോഫോബി പ്രദേശ നിർമ്മിതിയുടെ ഒരു രീതി. അങ്ങനെ പല പ്രദേശങ്ങളും കേരളത്തിൽ നേരത്തെ തന്നെ ഉണ്ട്. മലപ്പുറം നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ്. ഈരാറ്റുപേട്ട, ആലുവ, പെരുമ്പാവൂര്, ആലപ്പുഴ, ഇങ്ങനെ ഓരോ പ്രദേശങ്ങളും പല രീതിയിൽ, കാസർഗോഡ്, അങ്ങനെ പല പ്രദേശങ്ങളും, ഒരുപാട് പ്രദേശങ്ങൾ അങ്ങനെ അവർ വളർത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം അവരുടെ വെയിറ്റിങ്ങിലുള്ള സ്ഥലമാണ് കൊടുവള്ളി. അപ്പോൾ കൊടുവള്ളിയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളെ മുഴുവൻ ഇനി NIA ആണ് അന്വേഷിക്കുക, കേന്ദ്ര ഏജൻസികളാണ്. കൊടുവള്ളി മുമ്പും ഒരു വാർത്താ ശ്രദ്ധ ഉള്ളൊരു സ്ഥലമായിരുന്നു. കാരണം മുമ്പ് ധാരാളം സ്വർണ്ണ കച്ചവടം നടക്കുന്ന ഒരു ഇടമായതുകൊണ്ട് അവിടെ എന്താ പറയുക, സ്വർണ്ണക്കടത്തുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ വാർത്ത പുറത്തുവിട്ട ഒരു ചാനലിന്റെ വാർത്തയ്ക്ക് കീഴിൽ വന്ന 2-3 പ്രതികരണങ്ങൾ ഞാൻ വായിക്കാം. അപ്പൊ ഇതെന്താണ്, സമൂഹം എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുന്നത്? കൊടുവള്ളി, താമരശ്ശേരി ഭാഗങ്ങൾ മയക്കുമരുന്നും കൂടാതെ ഇതെല്ലാം നടക്കുന്ന പ്രദേശമാണ്. ഒരു ഭാഗം സൗദിയിൽ ഇതിന് ചുക്കാൻ പിടിക്കുന്ന കൊല്ലം ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അയാളാണ് ഇതിനൊക്കെ പിന്നിലുള്ളത്. അയാളെ ഏജൻസിക്ക് കൈമാറണം. മറ്റൊരാൾ പറയാണ് ലഹരിക്കടത്തും മതതീവ്രവാദവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. മാറാട് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഇവിടെ പ്രസക്തമാവുകയാണ് എന്നാണ് വേറൊരെണ്ണം. രാജ്യദ്രോഹികൾക്ക് തിരിച്ചടി. അങ്ങനെ ഈ വാർത്തയുടെ കീഴിൽ വന്ന എല്ലാ അഭിപ്രായങ്ങളും ഇസ്ലാമോഫോബിക്കാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ കൊടുവള്ളിയെ കേന്ദ്രീകരിച്ച് അവിടെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ടാവും. കേരളത്തിൽ എവിടെയും കുറ്റകൃത്യം നടക്കുന്നത് പോലെ അവിടെയും കുറ്റകൃത്യം നടക്കുന്നുണ്ടാവും. അതിനെ പക്ഷെ ഒരു ഡെഡ്ലി കോമ്പിനേഷനാക്കി മാറ്റുകയാണ്. ഇനി മറ്റൊരു ഇതും കൂടി ഉണ്ട്. അമ്പിയ നേരത്തെ തന്നെ സൂചിപ്പിച്ചു.
ഓപ്പറേഷൻ തൂഫാനിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകൾ അതിനെക്കുറിച്ച് നമ്മൾ ചെയ്തതാണ്. ഈ ഓപ്പറേഷൻ തൂഫാനിലൂടെ അവർ ചെയ്തത് എന്താ വെച്ചാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകളൊക്കെയാണ് ഇവിടെ ലഹരി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ കള്ളക്കടത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രതീതി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു പ്രസ്താവനയോട് കൂടിയാണ് ഈ പദ്ധതി ആരംഭിക്കുക തന്നെ ചെയ്തത്. കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ചർച്ച നടത്തിയിരുന്നു. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞ് പുറത്തുനിന്നുള്ള ആളുകളാണ് ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിനെതിരെയാണ് നമ്മളുടെ പോരാട്ടം. അങ്ങനെ കുറേ ആളുകളെ അവിടെ ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ കുറേ ആളുകളെ യൂട്യൂബർമാർ നേരെ പോയി ആളുകളുടെ വീടുകളിൽ പോയി ഫോട്ടോ എടുക്കുക, ആളുകളെ ചോദ്യം ചെയ്യുക, ജനങ്ങൾ നേരിട്ട് പോയി ചോദ്യം ചെയ്യുക, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഒരു ആൾക്കൂട്ട ആക്രമണങ്ങളാണ് നടന്നത്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഇസ്ലാമോഫോബിക്കെതിരെ കടുത്ത രീതിയിലുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു കാര്യം എവിടെ നടന്നാൽ ആളുകൾ ചോദ്യം ചെയ്യും. അത് ഇന്നൊരു ശീലമായി മാറിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇല്ലാതിരുന്നൊരു കാര്യമായിരുന്നു. ഇപ്പൊ പക്ഷേ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കാര്യങ്ങളെ ആളുകൾ ചോദ്യം ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലായ സമയത്ത് മറ്റൊരു രീതിയിൽ വീണ്ടും ചില ഇരകളെ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കുറ്റകൃത്യങ്ങളെ ചില കുറ്റകൃത്യങ്ങളെ അവർ പെരുപ്പിച്ചെടുത്ത് ലഹരി എന്ന് തുടങ്ങിയ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബംഗ്ലാദേശികളും അതുപോലെ തന്നെ ബംഗാളിൽ നിന്നുന്ന ആളുകളും മുസ്ലിങ്ങളും അങ്ങനെ ഒരു കോമ്പിനേഷൻ അവിടെ നേരത്തെ തമ്മിൽ ഉണ്ട്. അത് പതുക്കെ ഇവിടെ കൊടുവള്ളിയിലേക്ക് കൊണ്ടുവന്ന് കുറേ മുസ്ലിം ചെറുപ്പക്കാരുടെ പേരുകൾ കൂടി അതിനോടൊപ്പം വന്നതോടുകൂടി അതിനെ ഒരു പ്രദേശവുമായി കണക്ട് ചെയ്തു. അതായത് ലഹരി കച്ചവടം, ഹവാല കച്ചവടം, മുസ്ലിങ്ങള്, തീവ്രവാദികള്, ഭീകര സംഘടനയ്ക്ക് കാശ് കൈമാറുന്നു, രാജ്യദ്രോഹ പ്രവർത്തനം, ഒരു കോമ്പിനേഷനായി പെട്ടെന്ന് അങ്ങനെ എന്താ പറയാ ഒരു ചങ്ങല ഒരു സിംഗിൾ ഉണ്ടാക്കിയെടുത്തു അതിലൂടെ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ളൊരു പ്രദേശ നിർമ്മിതിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് പല ആളുകൾക്ക് ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മാധ്യമങ്ങളാണ് ശരിക്കും ഇതിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇത്തരം ഒരു വാർത്ത വരുമ്പോൾ മാധ്യമങ്ങൾ എന്തിനാണ് ഇത് സർക്കാർ അല്ലെങ്കിൽ ഒരു ഭരണകൂടം ചെയ്യുന്ന ഒരു കാര്യത്തിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ പുറകെ കൂടാനോ അല്ല മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടത്. മാധ്യമങ്ങൾ എന്താണ് ഈ നടക്കുന്നത്, അതിന്റെ ഒരു സത്യാവസ്ഥ എന്താന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ശ്രമമാണ് മാധ്യമങ്ങൾ നടത്തുന്നത്. ഇതില് ശരിക്കും ഈ ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. അപ്പോൾ മാധ്യമങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു. അതിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം പറയാവുന്നതാണ്. ഇപ്പോൾ വാർ ഓൺ ടെററിൻ്റെ 25ാം വർഷമാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ അതായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ ഭീകരതയ്ക്കെതിരെ യുദ്ധം എന്ന് പറയുന്നത് പല പ്രദേശങ്ങളിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഭീകരതയ്ക്കെതിരെ യുദ്ധം മാത്രമായിരുന്നില്ല, അത് ഇതിനെതിരെ അതായത് മയക്കുമരുന്നിനെതിരെ യുദ്ധം കൂടിയായിട്ടാണ് അത് നടന്നിരുന്നത്. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അർജന്റീന പോലെ രാജ്യങ്ങളിലൊക്കെ അവർ പ്രയോഗിച്ചൊരു കാര്യമാണ്. അത് അവിടെ ചില പ്രദേശങ്ങളിൽ മയക്കുമരുന്ന് കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ മുഴുവൻ ഏകാധിപതികളായിട്ടുള്ള ഭരണാധികാരികൾ അവരെ ചോദ്യം ചെയ്യുകയും അവരെ ആക്രമിക്കുകയും കുറ്റവാളികളായി ചിത്രീകരിക്കും. അങ്ങനെ ഒരുപാട് മനുഷ്യർ കാണാതായപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ അർജന്റീനയിൽ പ്രയോഗിച്ച വാർ ഓൺ ഡ്രഗ് എന്ന് പറയുന്നൊരു പദ്ധതി അർജന്റീനയിൽ നടപ്പിലാക്കപ്പെട്ടത്. അതിന് ഡർട്ടി വാർ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർ ഓൺ ടെററിന്റെ മറ്റൊരു രൂപമായിട്ടാണ് പിന്നീട് ഡർട്ടി വാർ മാറുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിയയുടെ മറ്റൊരു രൂപമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സംശയിച്ചിരുന്നു ഈ ഭീകരന്മാരെ ആക്രമിക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ആദ്യം കണ്ടിരുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ചെയ്യാണ്. ഇപ്പോൾ നേരത്തെ അമ്പിയ പറഞ്ഞ അവയവക്കടത്ത് 2024 ഇവിടെ ചർച്ച വന്നൊരു സാധനമാണ്. പിന്നീട് സിറിയയിലേക്ക് അയച്ചുമതി ചെയ്യുന്നു എന്നായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതില് പെട്ടുപോയ ആളുകൾ അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട ആളുകളിൽ കുറെ ആളുകൾ ഇതര മതസ്ഥർ കൂടിയായിരുന്നു. പിന്നെ ചില ആശുപത്രികൾ ഇതര മതസ്ഥരുടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ ആശുപത്രി, അന്ന് അതിന് വലിയ പ്രചാരം അതുകൊണ്ട് തന്നെ കിട്ടില്ല. ഇപ്പോൾ കുറച്ച് ആളുകൾ മുസ്ലിങ്ങളായിട്ടുള്ള ഏതാനും ചെറുപ്പക്കാർ അതിൻ്റെ പുറത്ത് 2-3 ആളുകളാണ് തോന്നുന്നു എനിക്ക് അതിലുള്ളത്. പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. അതോടുകൂടി ഇതിനെ പെട്ടെന്ന് തന്നെ കേന്ദ്ര ഏജൻസിയിലേക്ക് കൊടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു വംശീയ പദ്ധതി ആരംഭിക്കുകയാണെന്ന് വേണം നമുക്ക്. പ്രത്യേകിച്ച് ഈ പിന്നെ സംഘപരിവാരം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ NIAക്ക് ഒരു കേസ് വിടുമ്പോൾ അത് ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വളരെ കൃത്യമായിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് പിന്നീട് എന്താ പറയുക, അലന്താഹ കേസിലൊക്കെ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള നടപടികളുടെ പോലെ വലിയ തിരിച്ചടിയായിട്ട്, ഇത് ചെറിയ കാര്യമല്ല, ഇത് വലിയ കാര്യമാണ്. കാരണം NIAക്ക് കേരളത്തിലെ ഒരു പ്രദേശത്തെ മനുഷ്യരെ വിട്ടുകൊടുക്കുന്ന ഒരു രീതി
അത് അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളെ വിട്ടുകൊടുക്കുന്ന രീതി അത് ശരിയല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.